ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോ ഹോണ്ടയുടെ പാഷൻ പ്രോ ആണ് വണ്ടി, വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞേക്കുന്ന കംപ്ലയിൻസുകൾ എന്ന് പറഞ്ഞാൽ സെൽഫ് ചെക്കപ്പ്, സെൽഫ് വർക്കേയുള്ള, പിന്നെ ഡിസ്പ്ലേയിൽ ചില സമയങ്ങളിൽ തെളിഞ്ഞു വരും വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ. അത് നമ്മളിപ്പോൾ ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ അടിക്കുക എന്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കട്ടായി പോകും. അതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ്. പിന്നെ ഹാൻഡിൽ ബാർ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. ആ ഹാൻഡിൽ ബാർ റൈറ്റ് സൈഡിലേക്ക് ഒരു ചെരിവ് പറഞ്ഞിട്ടുണ്ട്. അത് ഫ്രണ്ട് ഫോർക്കിൻ്റെ മൊത്തത്തിലുള്ള അലൈൻമെൻറ്റിൽ വന്ന വേരിയേഷനാണ്. അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഹാൻഡിലിൻ്റെ പൊസിഷൻ ചെറുതായിട്ടൊന്ന് മാറ്റി കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളും. പിന്നെ അതേപോലെ ക്ലച്ച് ചെക്കപ്പ്, ക്ലച്ച് തീരെ കുറവായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഓടിച്ച് നോക്കണം. അതിൻ്റെ സൗണ്ടിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്, സൗണ്ട് ചെക്കപ്പ്. ഓടിച്ച് നോക്കണ സമയത്ത് നമുക്ക് അതിൻ്റെ സൗണ്ട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ നിലവിൽ എഞ്ചിനകത്ത് തന്നെ ഒരു ചെയിൻ ഉണ്ട്, ടൈമിങ് ചെയിൻ എന്ന് പറയും, ക്യാം ചെയിൻ. അതിൻ്റെ ഒരു ചെറിയ സൗണ്ട് ഒഴിച്ചാൽ വേറെ അങ്ങനെ കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന സൗണ്ടോ കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കിട്ടിയിട്ടില്ല കേട്ടോ. നിലവിൽ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി അതിൻ്റെ ഈ സെൽഫും ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ബാറ്ററിയുടെയാണ് പ്രശ്നം കേട്ടോ. ഇതും ഇരുന്ന ബാറ്ററി 2024 മോഡൽ ബാറ്ററിയാണ്. ഞാനിപ്പോൾ അതൊന്ന് അഴിച്ച് ചാർജിലേക്ക് ഇട്ടാണ്. ശരിക്കും ബാറ്ററി ഫുൾ ഡെഡായ ഒരു അവസ്ഥയിലാണ് ഇരിക്കുക. ഒട്ടും ചാർജ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ വേറൊരു ബാറ്ററി വെച്ചിട്ട് ഈ ലൈൻ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. ഇപ്പോൾ ഞാൻ വേറെ ഒരു ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാറ്ററി വെച്ചാണ്. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻസൊക്കെ ഓക്കെയാണ്. സെൽഫ് ഇൻഡിക്കേറ്റർ, ഹോൺ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു പോരായ്മയായിട്ട് നമുക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ വണ്ടിമേന്ന് ബാറ്ററിയിലേക്ക് ചാർജ് കയറണം. അത് നമുക്കൊരു 14 തുടങ്ങി 14.5 വോൾട്ട് വരെ വരണം. ശരിക്കും 14.5 വോൾട്ട് വരെയാണ് ശരിക്കും അത് കയറി വരേണ്ടത് കേട്ടോ. അപ്പോൾ അത് കുറച്ച് കുറവായിട്ടാണ് വന്നത്. നമുക്കൊരു 13.25 വരെയൊക്കെയാണ് വന്നത്. അപ്പോൾ അത് വരാനാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാരണം. ഒന്നാമത് വയറിങ്ങിൻ്റെ ഒക്കെ കാലപ്പഴക്കം കൊണ്ട് ഒരു റെസിസ്റ്റൻസൊക്കെ വരും. പിന്നെ ഇത് റെക്ടിഫയർ എന്ന് പറഞ്ഞ യൂണിറ്റാണ്, സ്റ്റാർട്ടർ കോയിൽ, അതിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ട് കാണിക്കും. അത് നമ്മൾ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അതിനെ പറ്റിയിട്ട് നോക്കിയാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഞാൻ 13.25 എന്നുള്ളത് ചിലപ്പോൾ ഓടിക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഇങ്ങനെ കണ്ടിന്യൂസ് യൂസ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ കയറി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ആ കംപ്ലയിൻസ് നിങ്ങൾക്ക് വീണ്ടും റിപ്പീറ്റ് വന്നിട്ടുണ്ടോ എന്ന് വെച്ച് നോക്കിയതിന് ശേഷം മാത്രം അത് ചെയ്താൽ മതി. കാരണം അത് അഴിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെൻസ് ഉള്ള കേസാണ്. അപ്പോൾ ഈ റെക്ടിഫയർ യൂണിറ്റ് ചിലത് റെക്ടിഫയർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ റെഡിയാവും. ഞാൻ റെക്ടിഫയർ വേറെ മാറ്റി വെച്ച് നോക്കി, പക്ഷെ അപ്പോൾ കയറി വരുന്നില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ എല്ലാ ഫംഗ്ഷനും കൂടി ചെയ്താലാണ് റെഡി ആവാൻ സാധ്യതയുള്ളൂ. കാരണം സ്റ്റാർട്ടർ കോയിൽ തുടങ്ങിയിട്ട് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഇലക്ട്രിക്കലായിട്ടുള്ള വയറിംഗ് കിറ്റിൻ്റേതായിട്ട് കംപ്ലയിൻറ്റും കൊണ്ടും വരാം. അപ്പോൾ അത് ഏതിൻ്റെ ആണെന്ന് കൃത്യമായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്കത് മാറ്റണമെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് ചെയ്താൽ മതി. കാരണം ഇപ്പോൾ ഞാൻ ബാറ്ററി ഒന്ന് ഫുൾ ചാർജ് ചെയ്ത ശേഷം നിങ്ങൾക്ക് വണ്ടി ഉപയോഗിക്കാൻ തരാം. ആ ബാറ്ററി ചെക്കപ്പ് കാര്യങ്ങളൊക്കെ നടത്തി തരാം. വണ്ടിമേന്ന് കയറുന്ന ചാർജൊക്കെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് തരാം. വണ്ടി ഉപയോഗിച്ച് നോക്കാം. വീണ്ടും റിപ്പീറ്റ് ഇതേപോലെ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ വയറിംഗ് കിറ്റ് തുടങ്ങി നമ്മൾ ഫുള്ളായിട്ട് ക്ലിയർ ചെയ്താലാണ് നമുക്ക് ആ കംപ്ലയിൻറ്റ് റെഡിയാക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം എനിക്ക് മുമ്പ് അങ്ങനൊരു വണ്ടി വന്നതാണ്. അപ്പോൾ സ്റ്റാർട്ടർ കോയിലും വയറിംഗ് കിറ്റും ഈ റെക്ടിഫയർ യൂണിറ്റാണ് മെയിനായിട്ട് അതുമായി ബന്ധപ്പെട്ട വന്ന കംപ്ലയിൻറ്റ്. അപ്പോൾ അത് അങ്ങനെ ക്ലിയർ ചെയ്താലാണ് നമുക്ക് ആ ലൈനിൻ്റെ കേസ് കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ അത് ചെക്ക് ചെയ്താൽ മതി. ചെക്ക് ചെയ്തിട്ട് ചെയ്താൽ മതി. കാരണം അത് അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി എക്സ്പെൻസ് വന്ന കേസാണ്. അപ്പോൾ തൽക്കാലം നമ്മൾ അത് ആ രീതിയിൽ റെഡി ആക്കിയേക്കാം. പിന്നെ ഹാൻഡിലിൻ്റെ കേസ് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ അതിൻ്റെ ഒരു പൊസിഷൻ ചേഞ്ച് ഉണ്ടായിരുന്നു. അത് റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഫോർക്ക് തുടങ്ങിയിട്ട് ഫോർക്ക് അലൈൻമെൻറ്റ് ചെറിയ വേരിയേഷൻ ഉണ്ട്, അതും കറക്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്ലച്ചിൻ്റെ കേസ് ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടായുള്ളൂ, അതും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേ ഈ പറഞ്ഞ പോലെ സൗണ്ട് വ്യത്യാസം വന്നത് എൻജിൻ ക്യാം ചെയിൻ്റെയാണ്. അത് കുറേ കൂടി ഓടിയിട്ടൊക്കെ മാറ്റിയാൽ മതി. സൗണ്ട് ആരംഭമാണ്, അത് കൂടുതലായിട്ട് കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് അഴിച്ച് മാറ്റിയാലും മതി. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്തതിൻ്റെ ഇടയിൽ മൊത്തം അങ്ങനെ അഴിച്ചെടുക്കാൻ കുറച്ച് ആളൊന്നും ഉപയോഗിക്കുക. അതിന് ശേഷം കൂടുതൽ സൗണ്ടായിട്ട് വരും. ഇത് വന്ന സമയത്ത് അഴിച്ചാൽ മതി. അത് ഇപ്പം അഴിച്ചാലും കുറേ കൂടി ഓടിയിട്ട് അഴിച്ചാലും മാറ്റുമ്പോൾ അഴിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാ വീലുകളും ചെയിനും കാര്യങ്ങളെല്ലാം മാറ്റണം. അപ്പോൾ അത് ഒരുമിച്ച് ആ രീതിയിൽ ചെയ്താലും മതി. അതാണ് അതിൻ്റെ ആ രീതിയിൽ ചെയ്താൽ മതി, അതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. വർക്ക് എന്തെങ്കിലും ബാറ്ററി ചാർജിൽ ഇട്ടേക്കണത് കൊണ്ട് നമുക്കൊരു 5:30-6 മണിക്കാവും കംപ്ലീറ്റ് ആവുമേ. അതിന് ശേഷം ഞാൻ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ.